രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയതാണ് സനി. ഉച്ചയായിട്ടും അവനെ താഴേക്ക് കാണാത്തതുകൊണ്ട് ലിൻഡ മുകളിലേക്ക് ചെന്നു. സാധാരണ അവൻ വീട്ടിലുള്ള സമയം എല്ലാം ലിൻഡയുടെ കൂടെ തന്നെയാണ് ഇരിക്കാറുള്ളത്. അതിപ്പോൾ പഠിക്കാനാണെങ്കിൽ കൂടി മമ്മിയുടെ കൂടെ തന്നെ ഇരുന്ന് വേണമെന്ന് പോലെയാണ് അവന്. ഇന്ന് സനി ഉള്ളത് കൊണ്ട് പണിയൊക്കെ ഒതുക്കി ജേസിയും പോയി നേരം കുറച്ചായി. ഇത്ര നേരം തന്നെ തനിച്ചാക്കി അവൻ എന്തു ചെയ്യുകയാവും എന്ന ചിന്തയിലാണ് ലിൻഡ സനിയുടെ മുറിയിലേക്ക് ചെന്നത്. കണ്ണടച്ച് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന സനിയെ കണ്ട് അവരൊന്ന് സംശയിച്ചു. ഒട്ടും പതിവില്ലാത്ത കിടത്തം. സനി ബെഡിലേക്കിരുന്നു അവൻ്റെ മുടിയിൽ വിരൽ കടത്തി പതിയെ വിളിച്ചതും അവൻ അവരുടെ മടിയിലേക്ക് കയറി കിടന്നു. ഉറങ്ങിയില്ലായിരുന്നോ? പിന്നെ എന്താ താഴേക്ക് വരാതിരുന്നത്? മറുപടി പറയാതെ അവൻ മമ്മിയെ ചുറ്റിപ്പിടിച്ചു. എന്താ സനി? എന്താടാ? ലിൻഡ അവനെ നിർബന്ധിച്ച് തിരിച്ചു കിടത്തി. കരഞ്ഞു കലങ്ങിയ അവൻ്റെ കണ്ണുകൾ കണ്ട് ലിൻഡ ശരിക്കും അമ്പരന്നു. അവൻ്റെ കണ്ണു നിറയാനുള്ള അവസരം ഒരിക്കലും അവരായി ഉണ്ടാക്കിയിട്ടില്ല. എന്താ മോനെ? അവനൊന്നും പറയാതെ വീണ്ടും മമ്മിയുടെ മുകളിലേക്ക് കമിഴ്ന്ന് കിടന്നു. മമ്മിയെ ടെൻഷനാക്കല്ലേടാ, ദേ ഞാനിപ്പോൾ പപ്പയെ വിളിക്കേ. സനി പെട്ടെന്ന് എഴുന്നേറ്റ് മുഖം തുടച്ചു. ഒന്നുമില്ല അമ്മേ. നുണ പറയുന്നു, ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. സനി അവരുടെ കയ്യിൽ പിടിച്ച് തോളിലേക്ക് ചാഞ്ഞു. എന്താടാ, മമ്മിയോട് പറയാൻ പറ്റില്ലേ? നിള നമുക്ക് സെറ്റാവില്ലേ മമ്മി? മമ്മിയുടെ തോളിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. നിള മോനോട് ഇന്ന് വല്ലതും പറഞ്ഞോ? ഇഷ്ടം അല്ലെന്ന് പറഞ്ഞോ? ലിൻഡ ഒരു കൈ കൊണ്ട് അവൻ്റെ കവിളിൽ തലോടി. നിള പറഞ്ഞില്ല. പിന്നെ സാർ എന്നോട് സംസാരിച്ചിരുന്നു. സാറോ? സാറ് മറ്റേ കുട്ടിയുടെ കസിനല്ലേ? ഇന്ന് പുറത്ത് പോയപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ആളെന്നോട് ഓപ്പണായി ചോദിച്ചു, നിലയെ സനിക്ക് ഇഷ്ടം ആണല്ലേ എന്ന്. ഞാൻ ഒന്ന് പതറിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞു ഇഷ്ടമുണ്ട്, അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നില തിരിച്ചൊരു മറുപടി തന്നില്ലെന്നും പറഞ്ഞു. ആളൊന്ന് പുഞ്ചിരിച്ചു, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആൾ പറഞ്ഞോ നിലയ്ക്ക് ഇഷ്ടമല്ലെന്ന്? ഇല്ല, ഞാനായി ചോദിക്കുകയാണ് ചെയ്തത്. നില സാറിനോട് എന്നെക്കുറിച്ച് പറഞ്ഞോന്ന്. സാർ ഇല്ലെന്ന് പറഞ്ഞു. സേതി പറഞ്ഞു അറിഞ്ഞതാണെന്ന്. പിന്നെ സാറിനെക്കുറിച്ചാണ് പറഞ്ഞത്. വിശ്വസാറിൻ്റെ നാട് ചാലക്കുടിയിലാണ്. നിളയുടെ അച്ഛൻ്റെ നാടും അതുതന്നെ. സാറിന് കുഞ്ഞിലെ മുതൽ നിളയെ അറിയാമെന്നല്ല, സാറിന് അവളെ അന്ന് മുതലേ ഇഷ്ടമാണ്. പക്ഷെ സാറത് ഒരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല. നിള കുഞ്ഞിലെ പുഴയിൽ വീണു പോയിട്ടുണ്ട്. അന്ന് സാറാണ് അവളെ രക്ഷപ്പെടുത്തിയത്. നിള 4ലോ 5ലോ പഠിക്കുമ്പോഴാണ് അവിടുന്ന് താമസം മാറി പോയിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ചാണ് നിലയെ സാർ വീണ്ടും കാണുന്നത്. പക്ഷേ ആ ഇഷ്ടം സാറിന് അതുപോലെ തന്നെ ഉണ്ട്. നിലയെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും സാറിൻ്റെ മുഖത്ത് വരുന്ന പുഞ്ചിരി കാണണം. എനിക്കെന്തോ അത് കണ്ടപ്പോൾ വല്ലാതായി. സാർ എന്നോട് നിലയെ കാണരുതെന്നോ സംസാരിക്കരുതെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സാറിന് അവളോട് ഒന്ന് തുറന്ന് സംസാരിക്കാൻ സമയം വേണമായിരിക്കും. നിലയ്ക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് കവിഞ്ഞൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെയും ഞാനിത് മനസ്സിലിട്ട് വെറുതെ നില എന്നേലും സാറിനെ മനസ്സിലാക്കട്ടെ. ലിൻഡ ഒന്നും പറയാതെ കുറച്ചു നേരം അവനെ ചേർത്ത് പിടിച്ചു. നിലനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മമ്മി. പക്ഷേ അവൾക്ക് ഞാൻ ഫ്രണ്ട് മാത്രമാണ്. 1 വർഷത്തോളമായി സാറിനെ അറിയാം. സാറ് നല്ലതാ. സാറാണ് നിലയ്ക്ക് നല്ലത്. പരസ്പരം വാശി കാണിച്ച് നേടിയെടുക്കേണ്ടതല്ലല്ലോ പ്രണയം. നില എന്നേലും സാറിനെ അറിയും. സാറിൻ്റെ കാത്തിരിപ്പും. എൻ്റെ മോൻ്റെ തീരുമാനമാണ് ശരി. മമ്മിക്ക് എന്താ മോനോട് പറയേണ്ടതെന്നറിയില്ല. പപ്പയും മമ്മയും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണ്. ഞങ്ങൾക്ക് എല്ലാവരെയും ഉപേക്ഷിക്കേണ്ടി വന്നു. നിൻ്റെ പപ്പ പറയും നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. എടുത്ത തീരുമാനത്തിൽ ഇന്നേ വരെ തെറ്റ് തോന്നിയിട്ടില്ല. കാരണം അത്രയും ഈ ബന്ധത്തിൻ്റെ പേരിൽ 2 വീട്ടുകാരും ഞങ്ങളെ ഉപദ്രവിച്ചിരുന്നു. പക്ഷെ നിന്നെ ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ ആ തീരുമാനത്തിൻ്റെ പേരിൽ നിനക്ക് ബന്ധങ്ങൾ എന്ന് പറയാൻ ആരുമില്ലാതായില്ലേ? പോകാനോ വരാനോ ഒരു റിലേറ്റീവ്സ് ഇല്ല. ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് മാറി നിൽക്കാൻ പോലും ആരുമില്ലാതെ മോൻ ബുദ്ധിമുട്ടിയില്ലേ? മമ്മി പറഞ്ഞ് എവിടേക്കാണ് പോകുന്നത്? സനി തലയുർത്തി ലിൻഡയെ നോക്കി. നില നല്ല കുട്ടിയാണ്. പക്ഷേ എൻ്റെ മോന് ഇതിന് നല്ല മാലാഖ പോലെ ഒരാളെ കിട്ടും. എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും മാത്രം മതി. സനി മമ്മിയെ ചുറ്റിപ്പിടിച്ചു. അവർ അവനെ തലോടിക്കൊണ്ടിരുന്നു. അവൻ്റെ മനസ്സ് ശരിയാകാൻ സമയം വേണ്ടിവരുമെന്ന് അവർക്കറിയാം. ശരത്തും വിശ്വജിത്തും തിരിച്ചു വന്നപ്പോൾ വൈകിയിരുന്നു.
വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും ആയാണ് അവൻ വന്നത്. ഇതൊക്കെ എന്തിനാ ജിത്തു വാങ്ങിയത്? ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ ഇന്ന് പോയപ്പോൾ വാങ്ങിയിരുന്നു. അത് സാരമില്ല ആൻറ്റി, ഇരുന്നോട്ടെ, കേടാവുന്നവയൊന്നുമല്ലല്ലോ. വിശ്വജിത്ത് കയ്യിലെ കവർ അവരെ ഏൽപ്പിച്ചു. ശരത് ഒരു ചിരിയോടെ അവനെ നോക്കി. ചേച്ചിക്ക് ഇങ്ങനെ ചോദിക്കാനും പറയാനും സഹായിക്കാനും ഒക്കെ ആരെങ്കിലും ഉള്ളത് ശരത്തിനൊരു സന്തോഷമാണ്. ചെറുപ്രായത്തിലെ ഒറ്റയ്ക്കായ ചേച്ചിയോട് അവനൊരു പ്രത്യേക കരുതലാണ്. അച്ഛൻ പോകും മുന്നേ രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിച്ചു നോക്കിയതാ. ചേച്ചി അടുത്തില്ല. വർഷങ്ങൾ ഇത്ര കടന്നിട്ടും എന്ത് ആവശ്യത്തിനും അളിയൻ്റെ വീട്ടുകാർ ഓടിയെത്തുന്നത് അവനൊരു ആശ്വാസം തന്നെയാണ്. ചേച്ചി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, രാവിലെ ഇറങ്ങിയതാ. പിള്ളേരെ ഒന്ന് മര്യാദയ്ക്ക് കണ്ടുകൂടിയില്ല. നാളെ വരാട്ടോ സേതി, കൂട്ടുകാരോടും പറഞ്ഞേക്ക്. ഉമർന്നു നിന്ന സേതിയും ശ്വേതയും ഒരുപോലെ തലയാട്ടി. നിള ജിതിൻ വിളിച്ചിട്ട് ഫോണുമായി റൂമിലാണ്. ജിത്തുവിന് മേല് കഴുകണമെങ്കിൽ കഴുകിയിട്ട് വായോ, എന്നിട്ട് കഴിക്കാം. ആ ആൻറ്റി, പെട്ടെന്ന് വരാം. വിശ്വജിത്ത് സേതുവിൻ്റെ റൂമിലേക്ക് പോയപ്പോൾ എന്തോ ഓർത്ത പോലെ സേതു റൂമിലേക്ക് ഓടി. ഡീ, നിൻ്റെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമം ഒന്നും ഇല്ലല്ലോ എന്ന് തിരക്കി വന്നിട്ട് നീ കുളിച്ചോ? ഫോൺ ചാർജിനിട്ട് തിരിഞ്ഞ നിളയൊന്ന് തല മാന്തി. മാന്തിക്കോ, കുളിക്കാത്തോണ്ട് ചൊറിയുന്നതാ. എൻ്റെ പൊന്നു സേതി, നാറ്റിക്കല്ലേ. നീ ഒരു ടവൽ തായോ, ഞാൻ ഒന്ന് മേല് കഴുകിയിട്ട് വരാം. ഞാൻ പറഞ്ഞോണ്ടല്ലേ. അതെ, വേണ്ടെങ്കിൽ വേണ്ട. പൊക്കോണം പെണ്ണേ, എൻ്റെ ബെഡിൽ ഞാൻ കേട്ടില്ല. അയ്യോ, ഒരു ടവൽ താടി വൃത്തിപ്രാന്തി. നിള വേഗം ബാത്റൂമിൽ കയറി. സേതി അവൾക്കൊരു ടവൽ എടുത്തു കൊടുത്തു. കുളിച്ചിട്ട് വേഗം വായോ, കഴിക്കാൻ എടുക്കുന്നുണ്ടമ്മ. ആ വരാം. നിള മേല് കഴുകി വരുമ്പോൾ സേതിയും അമ്മയും കൂടി കഴിക്കാൻ എടുത്തു വച്ചിട്ടുണ്ട്. വിശ്വജിത്ത് സേതുവിനെ വീൽ ചെയറിലിരുത്തി ഡൈനിങ് ടേബിളിനടുത്തേക്ക് കൊണ്ടുവന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ കഴിച്ചു. സേതുവിനെ കൈ കഴിപ്പിച്ചതും മരുന്ന് നൽകിക്കൊണ്ട് കിടത്തിയതും വിശ്വജിത്താണ്. പാത്രങ്ങൾ കഴുകി അടുക്കള ഒതുക്കാൻ കൂടെ ചെന്ന സേതിയെ നിള ഒറ്റയ്ക്കിരിക്കല്ലേ, അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു ശ്വേത തിരിച്ചുവിട്ടു. നിലേ, ദേ ചിത്തേട്ടൻ ഉമർത്തിരിപ്പുണ്ട്, നീ ചെന്നൊന്ന് സംസാരിക്കേ. വേണോ? നീയല്ലേ ഉറപ്പായും പറയുമെന്ന് വാചകം അടിച്ചത്. അങ്ങനെ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കോ? അതിനുള്ള സാധ്യതയില്ല. ഇനി അങ്ങനെ എങ്ങാനും നടന്നാലും നമ്മൾ 3 പേരല്ലാതെ പുറത്ത് ഒരു കുഞ്ഞു പോലും അറിയരുത്. ഇല്ലെന്നേ, സേതി ചിരിച്ചു. നിള വാതിക്കൽ ചെന്നൊന്ന് എത്തി നോക്കി. വിശ്വജിത്ത് ഫോണിൽ നോക്കി തിണ്ണയിലിരിക്കുകയാണ്. കണ്ണുകൊണ്ട് സേതി ഒന്നുകൂടെ തള്ളിവിട്ടപ്പോൾ നിള പയ്യെ അവൻ ഇരിക്കുന്നതിന് അടുത്തായുള്ള തൂണിൽ ചാരി നിന്നു. ആരാ ഫോണിൽ? നിളയെ കണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ചുമ്മാ ചോദിച്ചു. ആരുമില്ല. അവൻ ആ ഫോൺ പോക്കറ്റിലിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. അത് പിന്നെ, സാർ സിംഗിളാണോ? അവനൊന്ന് അമ്പരന്ന് അവളെ നോക്കി. ആ നോട്ടം കണ്ട് പെട്ടെന്ന് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അവൾക്ക്. അല്ല, ഞാൻ സിംഗിളാണേ, റെഡി ടു മിങ്കിളുമാണേ. സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിയപ്പോൾ അവൾ വീണടുത്ത് കിടന്ന് ഉരുളും പോലെ എന്തൊക്കെയോ പറഞ്ഞു. വിശ്വജിത്ത് ചുണ്ടുള്ളിലേക്ക് ഒതുക്കി പിടിച്ച് ചിരിയടക്കി. അതിനിവിടെ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ അവൻ പറഞ്ഞു. നിങ്ങളുടെ മുഖം അവൾ പോലും അറിയാതെ ഒന്നു മങ്ങി. അപ്പോൾ സാറിന് ആരേലും ഇഷ്ടമുണ്ടോ? അവളുടെ മുഖത്തെ പാവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ തലയാട്ടി. അവൾക്കറിയോ? അകത്തേക്ക് വിരൽ ചൂണ്ടി നില തിരക്കി. അവളുടെ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു പോയത് അവൾ പോലും അറിഞ്ഞില്ല. സേതിയെ പഞ്ഞിക്കിടാൻ കൊടുക്കാൻ വയ്യെന്ന് തോന്നി അവൻ അവൾക്ക് അറിയില്ലെന്ന് ചുമൽക്കുച്ചി. ആരാ ആള്? കോളേജിൽ തന്നെ ഉള്ള സ്റ്റുഡൻ്റ് ആരെങ്കിലും ആണോ? അതോ മിസ്മാരിൽ ആരെങ്കിലും ആണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം മിങ്കിളാവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചതിൻ്റെ പിന്നിലെ ചേതോവിഹാരം അറിഞ്ഞാൽ കൊള്ളാം. അതിന് ഇനി പ്രശസ്തി ഇല്ലല്ലോ. മുഖത്തെ ഭാവങ്ങളൊക്കെ മാറ്റി ഒരു ചിരി എടുത്തണിഞ്ഞ് കൈകൾ കൂട്ടിപ്പിടിച്ചവൾ ചുമ്മാ മാനത്തേക്ക് നോക്കി. അവിടെ പൂത്തു നിൽക്കുന്ന താരകങ്ങളുടെ തിളക്കം അവളെ നോക്കുന്ന വിശ്വജിത്തിൻ്റെ കണ്ണിലായിരുന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.